പ്പെട്ട എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിന് വളരെ സങ്കടവും വിഷമവും എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നൊന്നും അറിയുന്നില്ല. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതി. നിങ്ങളോട് ഇത് തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട്, അവനവൻ സ്നേഹിക്കുന്ന അവനവൻ്റെ വിശ്വാസത്തിലുള്ള ദൈവത്തോട് മൗനമായി ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിമിഷപ്രിയ നമ്മളെ വിട്ട് പോകാതിരിക്കാൻ. ആ കുട്ടിക്ക് ഇനിയും ആയുസ്സുണ്ട് എന്നുള്ള ഒരു വിങ്ങൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. നമ്മൾ ദൈവത്തോട് പറയണം. ദൈവം അത് കേൾക്കും, കേൾക്കാതിരിക്കില്ല. ഒരിക്കലും അത് നടക്കില്ല. എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെടാനാണ് ചാൻസ് കൂടുതൽ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ എന്നാണ്. നിമിഷങ്ങൾ പ്രിയപ്പെട്ടവളാണ്. നിമിഷപ്രിയ, അതാണ് ആ കുട്ടിയുടെ പേര്. ആ പേരിൽ തന്നെ ആ കുട്ടിയുടെ അർത്ഥമുണ്ട്. നിമിഷങ്ങൾ പ്രിയപ്പെട്ടതാണ്. ഇപ്പോഴത്തെ നിമിഷം ഭയങ്കര പ്രിയപ്പെട്ട ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഒന്നില്ലെങ്കിൽ ദയാധനം അവർ സ്വീകരിച്ച് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മാറ്റിവെച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിക്ഷ ഇപ്പോഴത്തെ നാളെ 16-ാം തീയതിത്തേക്ക് നടത്താതിരിക്കുന്ന, എങ്ങനെ അത് വായും കൊണ്ട് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു വേർഡാണ്. നമുക്കത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് കഴിയുന്നത് ചെയ്യുക. പിന്നെ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ടല്ലോ ചർച്ചകളും കാര്യങ്ങളൊക്കെ. എന്ത് തന്നെയായാലും മരണപ്പെട്ട അയാളുടെ കുടുംബം, യമനിലെ ആ പൗരത്വമുള്ള അയാളുടെ കുടുംബത്തിൻ്റെ മനസ്സ് മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 നിമിഷം നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും സഹകരിക്കുക. എനിക്കിതിൽ കൂടുതൽ നിങ്ങളോടൊന്നും പറയാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വിഷമത്തിലാണ്. ഞാനിപ്പോൾ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സൗദിയിൽ ഹൗസ് ഡ്രൈവറാണ്. ഞാനും ഇതേപോലെ ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ വീട്ടുകാർ, എന്നെ സ്നേഹിക്കുന്ന എത്ര പേര്. ഇപ്പോൾ ഈ നിമിഷപ്രിയേൻ്റെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എത്ര കാലങ്ങളായിട്ട് എത്ര ആൾക്കാർ കടന്നു വന്നു. ഇപ്പോൾ അവസാന നിമിഷത്തിൽ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ അടക്കം, തങ്ങളടക്കം വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് ആ കുട്ടിക്ക് ഒരു ജീവിതമുള്ളൂ. അത് ഒരുപാട് ജീവിതമൊന്നുമില്ല. ഈ ജീവിതം നമുക്ക് കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കാം. അവനവൻ്റെ ദൈവത്തെ, അവനവൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന്, നമ്മൾ തന്നെയാണ് ദൈവം എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒന്ന് ശാന്തരാക്കി ഒരു 5 നിമിഷം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇത് കേൾക്കണം. മനസ്സറിഞ്ഞാണ് ഞാൻ പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലെയാണ് പല ആൾക്കാരുടെയും മനസ്സെന്ന് എനിക്കറിയാം. ഇതിന് മറ്റുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ആ കുട്ടി ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ, അതിനെ ശിക്ഷ നടപ്പാക്കണം, യമനിലെ ശിക്ഷ എന്തായാലും അത് അനുഭവിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നല്ല സത്യാവസ്ഥ. ഒരു ജീവനേ ഉള്ളൂ. ഇനിയൊരു ജീവിതമില്ല. അതിൻ്റെ പകുതി മുക്കാൽ ജീവനും ആ ജയിലിൽ കഴിഞ്ഞ് തീർത്തു. അത് അതിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. നിമിഷപ്രിയ എന്ന് പറയുന്നത് ആ കുട്ടി, നിമിഷപ്രിയയുടെ മകൾക്കും ഹസ്ബൻഡിനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളത് മൊത്തം നഷ്ടത്തിലാണ്. ഇപ്പോൾ കടവും കടത്തിൻ്റെ മേളിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ആ കുടുംബത്തിൻ്റെ മനസ്സ് മാറട്ടെ. ദയാധനം അവർ വാങ്ങി എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്നും ഒരു ഇളവ് കൊടുക്കട്ടെ. എന്നിട്ട് ഇനിയുള്ള ജയിലിൽ കഴിയേണ്ട ശിക്ഷയാണെങ്കിൽ 1-2 വർഷം കഴിഞ്ഞോട്ടെ, എന്നാലും വേണ്ടില്ല. പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്ത് തന്നെയായാലും നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നടക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഒരിക്കലും അത് നാളെ നടക്കരുത്. അതിന് മുമ്പേ ഇതിന് തീരുമാനമാവും എന്നുള്ളൊരു ഉറപ്പുമുണ്ട്. അപ്പം നമുക്ക് എല്ലാവരോടും
എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 നിമിഷം അതിനു വേണ്ടി മാറ്റി വെക്കണം. എനിക്ക് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ അവരെ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അബ്ദുൾ റഹീമിൻ്റെ ഫണ്ടിൽ നിന്നാണ് പൈസ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്, അവരെ കമ്മിറ്റി അംഗവും അവരുടെ കുടുംബവും ഒക്കെ. പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും ബോച്ച ഇപ്പോൾ യമനിലേക്ക് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ചെയ്യാൻ കഴിയുന്നതൊക്കെ ആരൊക്കെയാണെങ്കിലും മുന്നോട്ട് വന്ന് ചെയ്യട്ടെ. നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുക. ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ ഇരിക്കുന്ന ഈ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ സ്കൈപ്പ് ചെയ്ത് പോകണില്ലേ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. വേറെ ഒന്നും ഉണ്ടാവരുത്. എന്നോട് ഒന്നും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഞാനൊരു മനുഷ്യനാണ്, സാധാരണക്കാരൻ. എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും അതേപോലെ നല്ല മനസ്സുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടിയെങ്കിലും, ആ കുട്ടിക്ക് വേണ്ടിയെങ്കിലും, ഇത്രയും പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്ലീസ്. ഒരു പെൺകുട്ടി വളർന്നു വരികയാണ്. ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടിക്ക് ഒരു കുറച്ച് സമയം, കുറച്ച് കാലെങ്കിലും ആ കുട്ടിക്ക് ആ അമ്മയുടെ കൂടെ ജീവിക്കാൻ ഒരു അവസരം, അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ശരി, നിങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ. ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.